ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? എക്സാമിങ് എത്താറായി. ഏകദേശം ഇനി 2 മാസം അല്ലെങ്കിൽ 3 മാസത്തോളം നിങ്ങൾക്ക് സമയമുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ജോലി തിരക്കിനിടയിലും നിങ്ങൾ പഠിക്കാനുള്ള സമയം കണ്ടെത്തണം. എല്ലാവരും പഠിക്കുമല്ലോ അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ ഇംഗ്ലീഷിലെ 21ാമത്തെ പാഠമാണ്. ഈ പാഠത്തിൻ്റെ പേരും റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പാഠം പോലെ തന്നെയാണ്. നമ്മൾ ഈ പാഠഭാഗത്ത് മെയിനായിട്ട് പഠിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് കോമൺലി അണ്ടർസ്റ്റുഡ് ബൈ പീപ്പിൾ ആസ് മീൻസ് ഓഫ് അക്വയറിംഗ് certain knowledge and skills in order to earn their living. But that is only one purpose of education. Humans are much more than just wage earning machines. The purpose of education is to produce responsible and committed citizens who would be able to contribute to the progress of the community, society and the country at large. വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജോലി നേടുവാൻ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം അതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രമുള്ളതല്ല എന്നാണ് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, എല്ലാവരും പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നേടുന്നത് നമുക്ക് നല്ലൊരു ജോലി നേടുവാനും ആ ജോലിയിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കുവാനും ആ വരുമാനം കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുവാനും വേണ്ടിയിട്ടാണ്. പക്ഷേ വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോലി നേടുക അല്ലെങ്കിൽ കുറച്ച് പൈസ സമ്പാദിക്കുക എന്നുള്ളത് മാത്രമല്ല. പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു പ്രൊഡ്യൂസ് റെസ്പോൺസിബിൾ ആൻഡ് കമ്മിറ്റഡ് സിറ്റിസൺസ് who would be able to contribute to the progress of the community, society and at the country at large. വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള കുറച്ച് അധികം സിറ്റിസൺസിനെ അല്ലെങ്കിൽ പൗരന്മാരെ ഉണ്ടാക്കുക, അതിലൂടെ നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കുക, അതിലൂടെ നല്ലൊരു രാജ്യത്തെ വാർത്തെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം എന്നുകൊണ്ട് നമ്മൾ നേടുന്ന അറിവ് കാര്യങ്ങളെ എങ്ങനെ വിവേചിച്ചറിയുവാനും കാര്യങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാനും ജീവിക്കുവാനും നല്ല രീതിയിൽ പെരുമാറുവാനും സംസാരിക്കുവാനും എല്ലാം നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ. നമ്മൾ ആ ചെറുപ്പം മുതലേ നേടുന്ന ആ ഒരു വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ കാര്യങ്ങൾ പഠിച്ചു, പരീക്ഷ എഴുതി അല്ലെങ്കിൽ അത് പാസ്സായി എന്നതൊന്നും മാത്രമല്ല, നമ്മുടെ ജീവിതം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ജീവിതം ഏത് രീതിയിലായിരിക്കണം, ജീവിതത്തെ ഏത് രീതിയിൽ കാണണം, എങ്ങനെ ആളുകളോട് പെരുമാറണം, സംസാരിക്കണം, അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളാണ് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നേടുന്നത്. നല്ല അറിവ്, നല്ല ബോധം, നല്ല വിവരം ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് എവരി ഇൻഡിവിജ്വൽ ടു ലീഡ് എ പർപ്പസ്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ലൈഫ്. വിദ്യാഭ്യാസം ഏതൊരു വ്യക്തിയെ എടുത്താലും അവരുടെ ജീവിതത്തെ ഏറ്റവും മീനിങ്ഫുൾ അല്ലെങ്കിൽ അർത്ഥവത്തായും അല്ലെങ്കിൽ ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആക്കുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സിറ്റിസൺ അല്ലെങ്കിൽ നല്ലൊരു പൗരൻ ആയി മാറുവാൻ നമുക്ക് പറ്റത്തുള്ളൂ. പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ഡെവലപ്പ് എ പേഴ്സൺ ടു എ ഗുഡ് ഹ്യൂമൻ. വിദ്യാഭ്യാസത്തിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുക എന്നാണ്. അതായത് ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നല്ലൊരു പൗരനാക്കി അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് ഉടമയായി മാറ്റാനാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷനെ കുറിച്ച് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ആ സ്ട്രെസ്സിനെ കുറിച്ചും ഈ ഒരു പാഠഭാഗത്ത് പറയുന്നുണ്ട്. സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് മെൻ്റൽ ടെൻഷൻ ഓർ ആൻസൈറ്റി which is caused by the work at hand. This happens when one is not able to deal with that work. നമുക്കറിയാം, ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയൊക്കെ നല്ലപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു കാര്യം പോലും നമുക്കത് നേരിടാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വേവലാതിപ്പെടുവാനൊക്കെ ആകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
നമുക്കറിയാം എക്സാമിൻ്റെ ടൈമൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ടെൻഷൻസ് അടിക്കാറുണ്ട്. കുട്ടികളൊക്കെ നല്ല രീതിയിൽ ടെൻഷൻസ് അടിക്കാറുണ്ട്. അല്ലെങ്കിൽ മാതാപിതാക്കൾ, ടീച്ചേഴ്സ് എല്ലാവരും ആവശ്യമില്ലാത്ത ടെൻഷൻസൊക്കെ നമ്മൾ അടിക്കാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും ഒന്നും നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് പാഠഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. തെറ്റും ശരിയും മനസ്സിലാക്കുവാൻ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നുണ്ട്. വിജയത്തിലേക്കുള്ള പാതയിൽ പ്രകാശം പരത്തുന്ന ദീപശിഖയാണ് വിദ്യാഭ്യാസം. മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നത് അമിതമായ ഉത്കണ്ഠയും ജോലിഭാരവും മൂലമാണ്. മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണം ആധുനിക ലോകത്തിൽ ഉന്നത വിജയം ആഗ്രഹിക്കുന്നത് മൂലമാണ്. ഇത് അത്യാഗ്രഹം, അസൂയ തുടങ്ങിയവ നമ്മളിൽ വളർത്തുന്നു. ശാന്തമായ മനസ്സിനാണ് മാനസിക പിരിമുറുക്കത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്. പ്രശ്നങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതും വഴിയും സംഗീതം ആസ്വദിക്കുന്നത് വഴിയും ശാന്തമായ പ്രദേശങ്ങളിൽ നടക്കുന്നത് വഴിയും മാനസിക പിരിമുറുക്കം എളുപ്പത്തിലും ലളിതമായി പരിഹരിക്കാൻ കഴിയും. ലൈഫിൽ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇവയൊക്കെ ഓരോന്നും. ഇന്ന് നമുക്ക് മറ്റുള്ളവരുമായിട്ട് സമയം ചെലവഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാനൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ല. ജീവിതത്തിൻ്റെ തിരക്കിനിൽ അല്ലെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നമ്മളും ഇങ്ങനെ മുൻപന്തിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം നമ്മുടെ ശരീരത്തെയാണ്, നമ്മുടെ മാനസികമായിട്ടുള്ള ഉന്മേഷത്തെയാണ് ബാധിക്കുന്നതെന്നാണ് നമ്മളോട് പാഠഭാഗം പറയുന്നത്. എത്രയേറെ കഠിനമായ വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നതിലൂടെ, അതോടൊപ്പം തന്നെ പ്രകൃതിയുമായൊക്കെ ഇടപെട്ട് നടക്കുവാനും നമ്മുടെ കൂട്ടുകാരുമൊത്തുമായി സമയം ചെലവഴിക്കുവാനും എല്ലാം നമ്മൾ ശ്രമിക്കണമെന്നാണ് ഈ പാഠഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഏറ്റവും തിരിച്ചറിവ് നൽകുന്ന ഒരു പാഠഭാഗമാണ് ഒരുപക്ഷേ ഇത്. ഇന്നത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തോട് ഇന്നും നമുക്ക് ഈ ഒരു പാഠഭാഗം മുൻനിർത്തി നമുക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉള്ളവരാണ്, നമ്മളെല്ലാവരും ഉള്ളവരാണ്. പക്ഷേ അതിനെയെല്ലാം ഒരു തരത്തിൽ മാറ്റിവെച്ച് നമുക്ക് മാനസികമായ ഉന്മേഷം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ലൊരു സുഖം ലഭിക്കുവാൻ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലൊരു ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.